أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمجتبى حصل مطالبنا سلم وصل على المختار قرتنا. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ويا عدتي عند شدتي ويا نصيري عند كل وحشتي. ويا عدتي عند شدتي ويا نصيري عند كل وحشتي. ويا عدتي عند شدتي ويا نصيري عند كل وحشتي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, ഈ അനുഗ്രഹീത സദസ്സിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട ഉമറാക്കൾ,
സഹോദര സഹോദരിമാർ, എൻ്റെ സ്നേഹിതൻ MK അബ്ദുൽ കരീം ഖാസിമി ഉസ്താദ് നമ്മൾ ഇന്ന് പ്രത്യേകം അനുമോദിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഏറെ കാലം ദീനീ രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് നേതൃത്വവും സേവനവും നൽകിയ ഉസ്താദ് അവറുകൾ, അള്ളാഹു നമ്മുടെ ഈ സംഗമം നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ ഇതുപോലെ വിപുലമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ സേവനം ചെയ്ത് പിന്നീട് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് ദഅവത്തിന് വേണ്ടി മാറി അവിടെ പ്രവർത്തനങ്ങൾ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റുമ്പോൾ ചെറിയ രീതിയിലൊക്കെ സ്വീകരണങ്ങളും അനുമോദനങ്ങളും യാത്രയപ്പുകളുമൊക്കെ നടത്താറുണ്ടെങ്കിലും ഇതൊരു മാതൃകയായ പ്രവർത്തനമായി നാം കാണുകയാണ്. നമ്മുടെ മക്കൾക്ക് അറിവിൻ്റെ അക്ഷരങ്ങൾ നുകർന്നു നൽകിയ, അവർക്ക് ദീനിൻ്റെ ആത്മീയതയുടെ വെളിച്ചം പകർന്നു നൽകിയ, ഒരുപക്ഷെ രക്ഷിതാക്കളെക്കാൾ അധികം അവരെ കാര്യത്തിൽ വ്യാകുലപ്പെട്ട, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെക്കാൾ അധികം സമയം ചെലവഴിച്ച, ഊർജം ചെലവഴിച്ച, ആരോഗ്യം ചെലവഴിച്ചവരാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്നത് പോലെ സാമ്പത്തികമായ ലാഭങ്ങൾ കൂടുതലൊന്നും കിട്ടാതെ അള്ളാഹുവിൻ്റെ പൊരുത്തം, പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം സേവനം ചെയ്യുന്നവരാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരെല്ലാം. അവരെ അനുമോദിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരെ സ്നേഹിക്കുക എന്നത് നമ്മിൽ അർപ്പിതമായ ഒരു ദൗത്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കും നമുക്കും ഇനിയും നീണ്ടകാലം ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഈ പരിപാടി സംഘടിപ്പിക്കാനും ഇതിനു വേണ്ടി പ്രവർത്തിക്കാനും ഇതിനു വേണ്ടി അധ്വാനിക്കാനും ഇതിനു വേണ്ടി സാമ്പത്തിക ശാരീരിക സേവനങ്ങൾ ചെയ്യാനും ആരെല്ലാം പങ്കാളികളായി രംഗത്ത് വന്നു, അള്ളാഹു അവർക്ക് അർഹമായ വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന, അവിടുത്തെ ആശയങ്ങളും സന്ദേശങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുന്ന, അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുന്ന സന്ദർഭമാണ് ഇത്. അതിൻ്റെ പേരിലാണ് ലോകം ഇന്ന് ഇതുപോലെ സമുചിതമായ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള മഹബത്ത്, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ഒരു വിശ്വാസിയുടെ വിശ്വാസം അഥവാ ഈമാൻ അത് പൂർത്തിയാവാൻ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് അനിവാര്യമാണ്. മർഹബ. അല്ലാഹു لا حول ولا قوة. لا إله إلا الله. اللهم صل وسلم وبارك على سيدنا. اللهم رب هذه الدعوة التامة والصلاة القائمة بالفضيلة والدرجة الرفيعة بعث المقام محمود شفاعته يوم القيامة. الله لا إله إلا هو لا تأخذه سنة ولا نوم يشفع عنده إلا بإذنه يعلم ما بين أيديهم وسعك وخصوص. നമ്മുടെ ഈമാൻ അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈമാനിൻ്റെ സുരക്ഷയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ഒരുക്കി വെക്കേണ്ടത് നമ്മുടെ ഈമാനാണ്. ആ ഈമാനിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അവൻ ജീവിക്കേണ്ടത്. എങ്കിൽ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന്, ആ വിശ്വാസം സുരക്ഷിതമായി അവൻ്റെ കൂടെ നിലനിൽക്കുന്നതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അനിവാര്യമാണ്. ഈ പ്രപഞ്ചമഖിലം പടച്ചത് അല്ലാഹുവാണ്. അഖില ലോകം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നത് അല്ലാഹുവാണ്. അവൻ മാത്രമേ ആരാധ്യനുള്ളൂ, ഇലാഹുള്ളൂ. അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹു മാത്രമാണ്. ഇത് ഒരാൾ വിശ്വസിച്ചു, എന്നാൽ അവൻ്റെ ഈമാൻ പൂർണ്ണമാകുന്നില്ല. ഇത് ഈമാനിൻ്റെ വലിയ ഭാഗമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ സത്യദൂതരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് സാക്ഷ്യപ്പെടുത്തണം, ഉറപ്പിക്കണം. ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കണം. അവൻ്റെ ഹൃദയത്തിൽ മുത്തുനബി തങ്ങളുണ്ടാവണം. അപ്പോഴാണ് അവൻ്റെ ഇസ്ലാം, അവൻ്റെ ഈമാൻ പൂർണ്ണമാവുന്നത്.
അപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ഈമാൻ പൂർണ്ണമാകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിനെ അറിയുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോഴാണ്. അവിടത്തോടുള്ള മഹബത്ത് ഖൽബിൽ നിലനിൽക്കുമ്പോഴാണ്. അതാണല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത്. ലാ യുഅ്മിനു അഹദുക്കും, ലാ യുഅ്മിനു അഹദുക്കും. കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളിൽ ആരും പരിപൂർണ മുഅ്മിനാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല, പരിപൂർണ വിശ്വാസിയാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആകുന്നത് വരെ നിങ്ങളെ ഈമാൻ പൂർണ്ണമാകുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെക്കാളെല്ലാം ഞാൻ അവന് ഇഷ്ടമുള്ളവനാവണം. ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചില പ്രധാന ആളുകളെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി, അവൻ്റെ ഉമ്മയേക്കാൾ, അവൻ്റെ ഉപ്പയേക്കാൾ. നമ്മളെ ജനനം തൊട്ട് കാണുന്നത്, ജനനം മുതൽ നമ്മളെപ്പോഴും കേൾക്കുന്നത്, നമ്മളെ പരിപാലിക്കുന്നത്, താലോലിക്കുന്നത്, ഓമനിക്കുന്നത്, നമുക്ക് വേണ്ടി ജീവിക്കുന്നത്, നമ്മുടെ സുഖത്തിന് വേണ്ടി ഉറക്കൊഴിക്കുന്നവർ, ക്ഷീണം വകവെക്കാതെ ജീവിക്കുന്നവർ ഉമ്മമാരാണ്, ഉപ്പമാരാണ്. അതുകൊണ്ട് നീ ഏറ്റവും നിൻ്റെ ഹൃദയം കൊണ്ട് കാണുന്ന, നിൻ്റെ മനസ്സുകൊണ്ടറിയുന്ന നിൻ്റെ ഉമ്മയെക്കാളും നിൻ്റെ പിതാവിനെക്കാളും നിൻ്റെ മനസ്സിൽ ഞാൻ ഇഷ്ടപ്പെട്ടവനാവണം. അതാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. നോക്കിട്ടോ, ഈ കസാലത്തിനാവലത് ആരും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഇട്ടാ നീ ഇങ്ങനെ ഇട്ടോണ്ട്, ഈ ഒരു കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് ചോദിച്ചാൽ ആരും ഗസ്റ്റ് വരാണ്ടോ? അങ്ങനെ നെയ്യത്തിലിട്ടേ എന്നുകൊണ്ട് കയറി ഇരിക്കല്ലേ അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബല മുഖത്ത് നോക്കുകയാണ്. ഈ കസാല ആ ചുവപ്പുമ്പൊക്കെ നോക്കുന്നുണ്ട്. ഇത് മനുഷ്യന്മാരാ വിചാരിച്ചു. ബാക്കിൽ വരുന്ന അവിടെ ഇരുന്നാലേ താപ്പാപ്പൊക്കെ വരുമ്പോഴേ ഒന്ന് ഇത് നല്ല മട്ടുണ്ടല്ലോ ഇരിക്കാൻ. കലാമൊക്കെ തന്നെ അവിടെ വന്നിരുന്നേക്കാം. എന്താ ഞാൻ ബാക്ക് കുറച്ചുകൂടി ഉണ്ട്. ഇവിടെ പോരി ചീരിനൊക്കെ കൊടുക്കാണ്ടാവുമല്ലോ, ഒക്കെ മുന്നിൽ നിന്നാ കൊടുക്കുക. ഇതാ ഒരു 4 കസാലയിൽ ഇതാ ഒന്നുണ്ട്, റായത്തല്ലേ. അപ്പോൾ മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് രചിച്ച ഒരു വലിയ കിതാബാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് സമാഹരിച്ച ഒരു വലിയ ഗ്രന്ഥമാണ് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന കിതാബ്. ആ മങ്കൂസ് മൗലിദിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വരി അന്ത ഉമ്മുൻ അം അബുൻ. അതാണ് മുത്തുനബി പറഞ്ഞത്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി. നിന്റെ പിതാവിനെക്കാളും നിന്റെ ഉമ്മയെക്കാളും എന്നെ നീ സ്നേഹിച്ചാൽ മാത്രമാണ് നിന്റെ ഈമാൻ സമ്പൂർണമാവുന്നത്. അതാണ് മഖ്ദൂം തങ്ങൾ എഴുതിയത്, നബിയെ അങ്ങ് വാപ്പയാണ്, അങ്ങ് ഉമ്മയാണ്.
ഒരു വാപ്പയിൽ നിന്ന് ലഭിക്കാത്തത്, ഒരു ഉമ്മയിൽ നിന്ന് ലഭിക്കാത്തത് ഈമാനാണ്. ഞങ്ങളെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് തങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം. മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ നബി. മഹ്ദൂം തങ്ങൾ പറഞ്ഞത് 1400 വർഷം മുമ്പ് സ്വഹീഹായ ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ, ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളത് ഉമ്മിയും ബാപ്പിയാണ്, അവരെക്കാളേറെ. രണ്ടാമതെണ്ണുന്നത് വലദിഹി, അവൻ്റെ മക്കളെക്കാൾ. നോക്കൂ നിങ്ങൾ, മക്കളില്ലാഞ്ഞാൽ ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു, അവൻ്റെ സുഖങ്ങൾ നഷ്ടപ്പെടുന്നു, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, അവൻ ചിന്തയിൽ നീണ്ടുപോകുന്നു, ആണ്ടുപോകുന്നു. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടികൾ നമുക്ക് വലിയ സമാധാനമായി നിലനിൽക്കുന്നു. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്തും സഹിക്കുന്നു. കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ പേരക്കുട്ടികളാണ്. എന്താണ് അവർ? ജീവിതത്തിൻ്റെ ഒരു ആനന്ദമാണ്, ലഹരിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കൺമണികളായി നീ കാണുന്ന നിന്റെ കുഞ്ഞുമക്കളെക്കാളും നിന്റെ മനസ്സകത്ത് ഞാനുണ്ടാവണം. അള്ളാഹുവിൻ്റെ ഹബീബ് സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്, സ്നേഹത്തിൻ്റെ സമുദ്രമാണ്, സ്നേഹത്തിൻ്റെ പ്രപഞ്ചമാണ്. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മക്കളെക്കാളും ഉമ്മയെക്കാളും വാപ്പയെക്കാളും നിന്നിലേക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി നീ മാറണം. കഴിഞ്ഞില്ല, ഇനി ആരൊക്കെ ഇഷ്ടപ്പെട്ടവർ അതെല്ലാം ഉൾപ്പെടുത്തി അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, വന്നാസി അജ്മഈൻ. ഭാര്യ പെട്ടു, ഭർത്താവ് പെട്ടു, വല്ലിപ്പ പെട്ടു, വല്ലിമ്മ പെട്ടു, അയൽവാസി പെട്ടു, സുഹൃത്ത് പെട്ടു, സ്നേഹിതന്മാർ, സ്നേഹിതകൾ, പെടാത്തോലാരുമില്ല. എല്ലാവരെക്കാളും നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇഷ്ടപ്പെട്ടവനായി നീ മാറണം. എന്താണ് ഈ മഹബത്ത് പറഞ്ഞാൽ? ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ലോകമാണ്. ചില ആളുകൾ പറയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ മാതിരിയൊക്കെ ജീവിക്കുക എന്നാണ്. റബീഉൽ അവ്വൽ മൗലൂദ് നടത്തലും സമ്മേളനം നടത്തലും മൗലൂദ് ഓതലും ഭക്ഷണം കൊടുക്കലൊന്നും അതൊന്നുമല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ. അതൊക്കെ സ്നേഹമാണ്, എല്ലാം സ്നേഹം. നിസ്കരിച്ചലും നോമ്പ് വലിക്കലും ഹജ്ജ് ചെയ്യലും ഉംറ ചെയ്യലും സക്കാത്ത് കൊടുക്കലും ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരാളെ സ്നേഹിക്കുക പറഞ്ഞാൽ ആ സ്നേഹത്തിന് എന്തെല്ലാം അർത്ഥം? സ്നേഹം ഉണ്ടെങ്കിൽ ഉറക്കൊയ്ക്കും. നമ്മൾ പെണ്ണുങ്ങളിന്ന് പ്രസവ റൂമിക്ക് പോയതാണ്, എന്നാൽ പിന്നെ നമ്മളെന്താ എന്നും ഉറങ്ങാൻ കഴിയൂല. അത് മഹബത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ സാധാരണ കേട്ട ഒന്നാണ് ഗുഹാവാസികളായ അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹും. ഔലിയാക്കളാണ് അവർ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതും. ജുമുഅക്ക് പോകാത്ത പെണ്ണും സൂറത്തുൽ കഹ്ഫ് ഓതണം. എന്താ ഓതിയാൽ ഗുണം? ഈ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ ഒരു മുസീബത്തിലും അയാൾ അകപ്പെടില്ല എന്നാണ്. മാരകമായ രോഗം അയാളെ പിടികൂടില്ല എന്നാണ് മഹാന്മാർ ഈ സൂറത്തുൽ കഹ്ഫിൻ്റെ വിശദീകരണം നൽകിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. താപ്പാപ്പ വന്നോ? അല്ലേ? അവസാനം കയറിക്കോളി.
എന്താണ് ഗുഹാവാസികളായ ഔലിയാക്കൾക്ക് കാവൽ നിന്ന ഒരു നായുണ്ട്. വകൽബുഹും ബാസിത്തുൻ ദിറാഇ ബിൽ വസീദി ലവിത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലിഅത മിൻഹും റുഅബാ. നായ ഒരു വഖത്ത് നിസ്കരിച്ചിക്കണോ? ഈ നായ സ്വർഗത്തിലാണ്. മഹബത്ത് എന്ന ഒരു സംഗതി ഉണ്ട്. നിസ്കാരം മഹബത്തിൻ്റെ ഭാഗമാണ്. അല്ല എന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം മഹബത്താണ്, ഇതും മഹബത്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനാണ് അസ്ഹാബുൽ ഗഫിൻ്റെ നായൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഗുഹാവാസികളായ ഔലിയാക്കൾ ഒരു ഗുഹക്കകത്ത് താമസിക്കുമ്പോൾ അവരെപ്പോലെ ആ ഗുഹാമുഖത്ത് അതിൻ്റെ കൈയും കാലുമൊക്കെ നീട്ടിവെച്ച് അവർക്കൊരു സെക്യൂരിറ്റിയായി, ബോഡി ഗാർഡായി ആ നായ അവിടെ ഇരിപ്പുറപ്പിച്ചപ്പോൾ അള്ളാഹു ആ നായ മദ്ഹ് ചെയ്തു. ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ നായയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. ഒരു നായ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കല്ല, പല കൂടെ ഒരു നായ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതല്ല. ആ നായൻ്റെ വിശേഷണമായി പറഞ്ഞത് കൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. അതിൻ്റെ കൈകളിങ്ങനെ പരത്തി വെച്ചൊരു നായ ഉണ്ടായിരുന്നു നബിയേ. അവിടേക്കെങ്ങാനും ആരെങ്കിലും ചെന്നാൽ അതവർ നോക്കും. നായനങ്ങോട്ട് കണ്ടാൽ, അതുകൊണ്ട് എഴുന്നേൽക്കണ കണ്ടാൽ, അതിൻ്റെ കണ്ണ് തുറന്നു നോക്കിയാൽ ആളുകൾ അവിടുന്ന് ഭയപ്പെട്ടു പോകും. ആ നായനെ മദ്ഹ് ചെയ്യാണ്. എന്താണ് നായയുടെ കയ്യിലുള്ളത്? സ്കരിച്ചോ, നോമ്പ് പറ്റോ, മഹബ്ബ. ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാ ഒരു നായയായിരുന്നു. അതിൻ്റെ ചരിത്രങ്ങൾ തഫ്സീർ നോക്കിയാൽ കാണാം. ഇവരാദ്യം ആട്ടിന്നാ പറയണത്. നായ വൈത്തല കൂടിയപ്പോൾ ഞങ്ങളെ കൂടെ പോരണ്ടാന്ന് പറഞ്ഞു എന്നാ പറയണത്. അപ്പം നായ സംസാരിച്ചു എന്നാണ്. ഇന്നി ഉഹിബ്ബു ഔലിയാ അല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇഷ്ടം വെക്കുന്നവനാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആട്ടല്ലി എന്ന് പറഞ്ഞപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ ആ നായെ വാരിയെടുത്തു. നായ നമ്മളെ മദ്ഹബിൽ തൊട്ടാലിതുണ്ട്, എന്നാൽ എല്ലാ മദ്ഹബിലും അങ്ങനെയല്ല. നായ വാരിയെടുത്തു. എന്നിട്ട് അവർ കൂടെ കൊണ്ടുപോയി. നായയുടെ സംസാരം അവരെ രോമാഞ്ചജനകമാക്കി മാറ്റി, അത്ഭുതപ്പെടുത്തി. അവരെ യാത്രക്ക് അത് ശക്തി പകർന്നു, ഈമാൻ അത് ഉറപ്പിച്ചു കൊടുത്തു. മുത്തുനബിയുടെ സമീപത്ത് മൃഗങ്ങൾ സലാം പറഞ്ഞു, കല്ലുകൾ സലാം പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച ഭക്ഷണം തസ്ബീഹ് ചൊല്ലി. ഹദീസിൻ്റെ കിതാബുകളിലുള്ളതല്ലേ. മുത്തുനബിൻ്റെ മുന്നിലുള്ളത് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാണ്. സ്വഹാബത്ത് അത് കേൾക്കുകയാണ്, എല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷേ നമ്മൾ കേൾക്കൂല. മുത്തുനബിൻ്റെ മുഅ്ജിസത്താണത്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ലോകത്ത് റബ്ബിന് തസ്ബീഹ് ചെല്ലാത്ത ഒന്നുമില്ല. തെങ്ങ് തസ്ബീഹ് ചെല്ലുന്നുണ്ട്, കവുങ്ങ് തസ്ബീഹ് ചെല്ലുന്നുണ്ട്, കല്ല് തസ്ബീഹ് ചെല്ലുന്നുണ്ട്, മൃഗങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറാകുന്ന ദുർറുൽ മൻസൂർ എന്ന കിതാബിൽ രേഖപ്പെടുത്തി, രണ്ട് വസ്തുക്കളെ തസ്ബീഹ് അല്ലാത്തുള്ളൂ എന്നാ. രണ്ട് വസ്തുക്കളാണ് അള്ളാഹിൻ്റെ ദുനിയാവിൽ തസ്ബീഹ് അല്ലാത്തത് എന്നാ. ബാക്കിയൊക്കെ തസ്ബീഹ് ചൊല്ലും. ഒന്ന് കെൽബാണ്. അസ്ഹാബുൽ ഗഫിൻ്റെ കൂടെ പോയാലോ അത് തസ്ബീഹ് അല്ല, കെൽബ്. നമ്മുടെ നാട്ടിലെ കെൽബ്. രണ്ടാമത്തെ ഹിമാറാണ്. ഞാൻ തഫ്സീർ മറിച്ച് നോക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറാകുന്ന ദുർറുൽ മൻസൂറിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത്. എല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഇബ്നു അബ്ബാസ് പറയാണ് ഇല്ലൽ കൽബു വൽ ഹിമാറു. അവിടെ ഇങ്ങനെ പഴയ കാലത്ത് കൈതേന്ന് വിളിച്ചിട്ടുണ്ട് ആൾക്കാർ, തസ്ബീഹ് അല്ലാത്തതുകൊണ്ട്.
മറ്റേത് മുൾച്ചല്, കെൽബിൻ്റെ മലയാളം മുൾച്ചല് ചിലവ്. പക്ഷെ ഞാനിതെന്തിനാ പറഞ്ഞറിയോ? ജീവിതത്തിൽ ഒരു തസ്ബീഹ് പോലും ചൊല്ലിയില്ലെങ്കിലും ഒരു നായ നാളെ സ്വർഗത്തിലുണ്ട്. എന്താണ് നായയുടെ കയ്യിലുള്ളത്? മഹബത്താണ്. ഔലിയാകിനോടുള്ള മഹബത്താണ്, അമ്പിയാക്കളോടുള്ള മഹബത്താണ്. ഈ മഹബത്തിന് പ്രതിഫലമുണ്ട്, ഈ മഹബത്തിന് ശക്തിയുണ്ട്. നായ നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ലെന്ന് മാത്രമല്ല, തസ്ബീഹ് പോലും നായയിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും മനസ്സിൻ്റെ അകത്ത് ഉണ്ടായ മഹബത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ പ്രതിഫലം നൽകി. അപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ മഹബത്ത് വെക്കണം. ആരെക്കാൾ മഹബത്ത് വെക്കണം? നിന്റെ ഉമ്മയേക്കാൾ. ആരാണ് ഉമ്മ? അൽ ഉമ്മഹാത്തു അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരെ കാലിൻ ചുവടെയാണ് സ്വർഗമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളെ സംബന്ധിച്ച്, ഉമ്മമാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. നിന്റെ വാപ്പ ആരാണ്? നിനക്ക് സ്വർഗത്തിലേക്കുള്ള വടിയാണ് നിന്റെ പിതാവ്. ആ പിതാവിൻ്റെ കുരുത്തമില്ലെങ്കിൽ നീ സമ്പാദിച്ച സ്വർഗങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് 1400 കൊല്ലം മുമ്പ് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്കിൽ ആ പിതാവിനേക്കാളേറെ, നിന്റെ ഉമ്മയേക്കാളേറെ എന്നെ നീ നിന്റെ മനസ്സുകൊണ്ട് പ്രിയം വെക്കണം, മഹബത്ത് വെക്കണം, സ്നേഹിക്കണം. മറ്റ് സർവ്വജനങ്ങളെക്കാളും ഞാൻ നിന്നിലേക്ക് മഹബത്തുള്ളവനാണ്. മഹബത്തിനൊരർത്ഥം ഞാൻ പറഞ്ഞു തന്നു. മഹബത്താകുമ്പോൾ മരിക്കും ആൾക്കാർ. ചില ആൾക്കാർ സ്നേഹം അവൻ്റെ സ്നേഹം നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ജീവൻ അവസാനിപ്പിക്കും. മുത്തുനബിയുടെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ചു അവിടുന്ന് വഫാത്തായപ്പോൾ. എങ്ങനെ അവസാനിപ്പിച്ചത്? അറ്റാക്ക് സംഭവിച്ചു സഹാബത്തിന്. നമ്മളെ നാട്ടിൽ ഇതുപോലുള്ള മഹബത്തിനെ വിമർശിക്കുന്ന ആളുകൾ, മഹബത്ത് എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിക്കുക, സുബഹിക്ക് ജമാഅത്തിന് പോവുക, അത് മാത്രമാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മരണം കേട്ടപ്പോൾ സഹാബത്ത് മരിച്ചുപോയെങ്കിൽ ഈ ആളുകൾ എന്ത് പറയും? പിരാന്താണ് ഐറ്റങ്ക് എന്ന് പറയും, ബുദ്ധി ഉണ്ട് ഐറ്റങ്ക് എന്ന് പറയും. ആരെപ്പറ്റിയായി പറയാം? അസ്ഹാബീ കന്നുജൂം, എൻ്റെ സഹാബത്ത് നക്ഷത്ര സമാനരാണ്, നക്ഷത്ര തുല്യരാണ്. നീ ഒന്നുകൂടി കേൾക്കിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന് അവിടെ നിന്നൊരു ചർച്ച നടക്കുന്നു. ബാങ്ക് വിളി, ആളുകളെ നിസ്കാരത്തിന് സമ്മേളിപ്പിക്കാൻ, ഒരുമിച്ച് കൂട്ടാൻ എന്താണ് മാർഗം? അപ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞല്ലോ. ചില ആളുകൾ പറഞ്ഞു നമ്മൾ ബെല്ലടിക്കാറ്, മണിയടിക്കുക. ഇപ്പോഴും ചില ആരാധനാലയങ്ങളിൽ അങ്ങനെയൊക്കെ ചില സമ്പ്രദായങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ബെല്ലടി, ഇപ്പോൾ സ്കൂളിൽ മദ്രസയിലൊക്കെ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അറിയിപ്പാണല്ലോ ബെല്ലടിക്കൽ. ഒന്നും ബെല്ലടിക്കണില്ലേ? ഞാനൊക്കെ നേരത്തെ മദ്രസയ്ക്ക് ആ ബെല്ലും കുട്ടി കൈക്ക് പിടിച്ചാൽ വേണ്ടി 1ാം ബെല്ല് കിട്ടിയാൽ കുറച്ച് തോന അടിച്ചാന്ന് അവർ പുതിയ അവരാ ചുറ്റിക മറ്റേ, അന്ന് ചുറ്റികയല്ല, അന്നൊരു ഇരുമ്പിൻ്റെ ഓലയിൽ നിങ്ങൾ ആ ഇങ്ങനെ മടി തീരക്കലായി അതിനെ പിടിച്ചക്കല 1ാം ബെല്ല് കിട്ടാൻ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല സമ്പ്രദായമുണ്ട്. ഞാൻ പറയും, മുത്തുനബിയുടെ കാലത്ത് ജനങ്ങൾ നിസ്കരിക്കൂ, സുബി അയക്കണ്, ളുഹുറയക്കണ്, അസ്റയക്കണ്, മഗ്രിബും ഇശയൊക്കെ അയക്കണ് എന്ന ഒരു അറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്താണ് മാർഗം? അപ്പോൾ ചില സഹാബത്ത് പറഞ്ഞു നമ്മൾ ബെല്ലടിക്കുക, മണിയടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊയൽ പിടിച്ചിട്ട് ഊതുക. അപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ വരും. അള്ളാഹുവിൻ്റെ ഹബീബിന് അതൊന്നും തൃപ്തിയായില്ല. അന്നത്തെ രാത്രിയിൽ സ്വപ്നം കണ്ടു. അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്ന രീതിയാണ് സ്വപ്നം കണ്ടത്. ഒരാൾ ഉറക്കെ പറയുക, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇന്ന് കേൾക്കുന്ന ബാങ്കിൻ്റെ വാചകങ്ങൾ
അബ്ദുല്ലാഹിബ്നു സൈദ് അന്ന് രാത്രി ഉറക്കിൽ കണ്ടപ്പോൾ പിറ്റേന്ന് സുബഹിയുടെ സമയം മുത്തുനബിയുടെ മുന്നിൽ വന്ന്, യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ ഹബീബായവരെ, ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. മുത്തുനബിയും കണ്ടിട്ടുണ്ട്, മറ്റു പല സ്വഹാബത്തും കണ്ടു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറഞ്ഞു, നബിയെ ഞാനും കണ്ടു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ ആദ്യം വന്ന് പറഞ്ഞ സഹാബിയാണ് അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അത്രയും വലിയ മഹാനാണ്, സ്ഥാനമുണ്ട് അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്. മുത്തുനബി അത് സ്വീകരിച്ചു. 1501 വർഷമായി ലോകത്ത് മുഴങ്ങിക്കേൾക്കുന്നു ഈ ബാങ്കൊലി. അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു ആണ് മുത്തുനബിയോട്, നബിയെ ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞത്. എന്നാൽ ഈ അബ്ദുല്ലാഹിബ്നു സൈദ് തങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബ തങ്ങൾ വഫാത്തായ സമയം ടെൻഷൻ അടിച്ചുകൊണ്ട് നിന്നുപോയി, നത്തരിച്ചുപോയി. അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇലാഹി, എൻ്റെ ഇലാഹായ റബ്ബേ, ഇനി ഈ ഭൂമി ലോകത്ത് ഞാൻ കാണേണ്ടത് അള്ളാൻ്റെ റസൂലല്ലാത്ത പലതിനെയുമാണ്. ഒരു വട്ടം പോലും, ഒരു സെക്കൻഡ് പോലും എൻ്റെ കണ്ണുകൊണ്ട് അഷ്റഫുൽ ഖൽഖിനെ കാണാൻ കഴിയില്ലല്ലോ. ഉമ്മാനെ കാണാം, ഉപ്പനെ കാണാം, ചങ്ങാതിമാരെ കാണാം, സുഹൃത്തുക്കളെ കാണാം, അയൽവാസികളെ കാണാം, ഭാര്യ മക്കളെ കാണാം, പലരെയും എൻ്റെ കണ്ണുകൊണ്ട് കാണാം. എൻ്റെ കണ്ണുകൊണ്ട് ആരെ കാണാൻ കഴിയില്ല? അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ കഴിയില്ല, റസൂലുള്ളാഹിനെ കാണാൻ പറ്റില്ല. ഇനി എൻ്റെ കണ്ണുകൊണ്ട് മരണം വരെ ഇനി കണ്ണിനെന്ത് പ്രയോജനമാണ്? ആരായി പറയണത്? ബാങ്ക് സ്വപ്നം കണ്ട് മുത്തുനബിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ആശീർവദിച്ച അബ്ദുല്ലാഹിബ്നു സൈദ് തങ്ങളാണ് മുത്തുനബി മരണപ്പെട്ടപ്പോൾ റബ്ബിനോട് ദുആരിക്കുന്നത്, അല്ലാ, നിൻ്റെ ഹബീബിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ എൻ്റെ കാഴ്ച നീ തിരിച്ചെടുത്തോ തമ്പുരാനേ, കാഴ്ച ശക്തി നീ മടക്കിയെടുത്തോ തമ്പുരാനേ. ദുആ കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനെന്ത് പേരാ നൽകേണ്ടത്? അള്ളാൻ്റെ ഹബീബിനോടുള്ള മഹബത്തെന്ന് പറഞ്ഞാൽ ഇതൊരു കാട്ടിക്കൂട്ടലാണ്, ഇത് തോന്നിവാസമാണ്, ഇത് ഭ്രാന്താണ്. ആരെപ്പറ്റി? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹ് തൃപ്തിപ്പെട്ട സ്വഹാബത്ത്, മുഹാജിരീങ്ങളും അൻസാറുകളുമായ സ്വഹാബത്ത്, മക്കക്കാരും മദീനക്കാരുമായ സ്വഹാബത്ത്, അവരെ അല്ലാഹ് പൊരുത്തപ്പെട്ടു, അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്നല്ല ഖുർആൻ പറഞ്ഞത്, ഖുർആൻ പ്രഖ്യാപിച്ചത്. ആ അബ്ദുല്ലാഹിബ്നു സൈദ് തങ്ങൾക്ക് ഇസ്ലാം മനസ്സിലായില്ലെന്നാണോ? ഖുർആൻ മനസ്സിലായില്ലെന്നാണോ? ഹദീസ് സുന്നത്ത് മനസ്സിലായില്ലെന്നാണോ? മുത്തുനബിയോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലായില്ലെന്നാണോ? മോമിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹബത്ത് എന്നത് വലിയൊരു സംഗതി ഉണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്താൽ അവിടുത്തെ മുഖം കഴുകുന്ന വെള്ളം, അവിടുത്തെ കയ്യിൽ നിന്ന് വുദൂ ചെയ്താൽ അവശേഷിക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും ഭൂമിയിലേക്ക് ഉറ്റി വീഴാറില്ല. എന്താ കാട്ടൽ? വുദൂ എടുക്കാന്ന് കണ്ട സഹാബത്ത് ഭരിക്കാണ്, അവിടെ തിരക്ക, ഉന്താണ്, കുത്താണ്, യുദ്ധം പോലെയാണ് എന്നാ ഹദീസാണിത്. ബുഖാരിയിലെ ഹദീസാ, മുസ്ലിമിലെ ഹദീസാ ഇത്. മഹബത്ത് പറഞ്ഞാൽ എന്താ? അതൊക്കെ മഹബത്താ. ബുഖാരിക്ക് തിരിഞ്ഞില്ലേ? സ്വഹീഹുൽ ബുഖാരി അല്ലേ ഈ സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്ത്. മുത്തുനബി വുദൂ ചെയ്യാൻ നിന്നാൽ സഹാബത്ത് യുദ്ധം ചെയ്യണ. എന്തിന്?
ആ ശരീരത്തിൽ തട്ടിയ വെള്ളം താഴേക്ക് വീഴുമ്പോൾ അത് വാരിയെടുക്കാൻ, കോരിയെടുക്കാൻ, താഴേക്ക് വീഴാതെ അത് കിട്ടാൻ, അത് എനിക്ക് കിട്ടണം. എന്നാൽ ഉദു കഴിഞ്ഞു, കിട്ടിയ സ്വഹാബത്തൊക്കെ ശരീരത്തിൽ പുരട്ടി. എന്നാൽ പിന്നെ വരുന്ന ഒരു സ്വഹാബി, അല്ലാ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് ആ കയ്യൊന്ന് കാണിച്ചു തരൂ. ആ കയ്യുമിൽ തൻ്റെ കൈ വെച്ച് പുരട്ടുന്നു. എന്നിട്ട് മുഖത്ത്, ശരീരത്തിൽ, നെഞ്ചിൽ പുരട്ടുന്നു. സംസം വെള്ളം കണ്ടില്ലെങ്കിൽ, സംസം വെള്ളത്തിൽ മുത്തുനബിൻ്റെ ഉമിനീര് ചേർന്നിട്ടുണ്ട്. അള്ളാൻ്റെ ഹബീബയിലേക്ക് തുപ്പിയിട്ടുണ്ട് കിണറ്റിലേക്ക്. സംസം വെള്ളം കുടിക്കുമ്പോൾ സുന്നത്തെന്താ? ബിസ്മില്ലി ഇരുന്ന് കുടിച്ചണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മുഖത്ത് പുരട്ടണം, നെഞ്ഞത്ത് പുരട്ടണം, തലയിൽ പുരട്ടണം. ഇത് സുന്നത്താണ്. മാഉ സംസം വെള്ളം കുടിക്കുമ്പോൾ മഹത്തുക്കൾ പഠിപ്പിച്ചു, അയിമത്തുകൾ പഠിപ്പിച്ചു, കിതാബുകൾ രേഖപ്പെടുത്തി. ഓ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളം, അതിൻ്റെ പോരിശ അറിഞ്ഞവരാണ്. ഇത് മഹബത്ത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതാണ് അന്ത ഉമ്മുൻ അമ്മബുൻ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ അർത്ഥത്തിലാണ് സ്വഹാബത്ത് സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചു തന്നത്. ഇത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസികൾ ചിന്തിക്കണം. ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്താ അബ്ദുല്ലാഹ് ഉമർ തങ്ങളെ പണി? നിസ്കരിക്കലും നോമ്പൊലിക്കലൊക്കെ കൃത്യ മുത്തുനബി ചെയ്തതൊക്കെ ചെയ്യുക. എങ്ങനെ ചെയ്യുക? അള്ളാഹുവിൻ്റെ ഹബീബ് മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയി, അല്ലെങ്കിൽ മദീനത്തുനിന്ന് മക്കത്തേക്ക് പോയി, ആ വഴിയിലൂടെ ഇങ്ങനെ പോവുക. എന്നിട്ട് മുത്തുനബി ഇരുന്ന സ്ഥലം എവിടെ, അവിടെ പോയിരിക്കുക. ഈ മറ്റേ ഗവൺമെൻറ് ഇട്ടവരും ഇതാണ് അതിനെ അറിയും. ആരെ പറ്റി പറയുന്നുണ്ട്? സ്വർഗത്തിലേക്ക് നേരെ ഡയറക്റ്റ് കടന്നു ചെല്ലാനുള്ള സഹാബത്ത് ഓല് ചെയ്ത പണി ഇതാ നമ്മളിവിടെ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് പോയ സമയത്ത് ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു. എവിടെ ഇരുന്നത്? അത് നോക്കി അവിടെ തന്നെ ഇരിക്കുക. അന്ന് പോയതാ ഒപ്പം. ഇപ്പം നിബിതങ്ങളില്ല, അവിടുത്തെ വഫാത്ത്. എന്നാലും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത് ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലം നോക്കി അവിടെ ഇരിക്കുക. അവിടുന്ന് വെള്ളം കുടിച്ചൂല. എന്തേ കാരണം? മുത്തനബി അവിടുന്ന് കുടിച്ചിട്ടില്ല. മറ്റേ കമ്പനി പറഞ്ഞാൽ പറയും പോയത്തക്കാരട്ടല്ലോ. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പിന്നെ കുറച്ചുകൂടെ ഇങ്ങനാണ്ട് പോയാൽ അവിടെ വിശ്രമിക്കും. കാരണം മുത്തുനബി അവിടെ വിശ്രമിച്ചിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ട്, അവിടെ നിന്ന് വെള്ളം കഴിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്നേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കാറുള്ളൂ. എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന്, മസ്ജിദുൻ നബവിയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദ് ഖുബയിലേക്ക് നടന്നു പോകും. എന്താ കാരണം? മുത്തുനബി മക്കയിൽ വന്നപ്പോൾ ആദ്യം ഇറങ്ങി താമസിച്ചത് ഖുബാ പള്ളിയുടെ സമീപത്താണ്. അവിടെ ഒരു പള്ളി നിർമ്മിച്ചു, അതാണ് ഖുബാ പള്ളി. ആ പള്ളി നിർമ്മിച്ചതിന് ശേഷം രണ്ടാമതാണ് മദീനത്ത് മുത്തുനബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവി പള്ളി നിർമ്മിച്ചത്. എന്നാൽ ആ ഒന്നാമത്തെ പള്ളിയിലെ മസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ് അൻ തഖൂമ ഫീഹി റിജാൽ യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഖുബാ പള്ളി മുത്തുനബി ഉണ്ടാക്കിയപ്പോൾ മുനാഫിക്കുകൾ അതിൻ്റെ അപ്പുറത്തൊരു പള്ളി ഉണ്ടാക്കി, സൂദാനെ പറ്റിക്കാൻ വേണ്ടി. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, ബൽ മുനാഫിക്കുകളാ, ആളെ പറ്റിക്കാൻ നടക്കുക, റസൂലുള്ളാഹിൻ്റെ കൂടെ ഒപ്പം നടക്കും. മുത്തുനബിൻ്റെ അവിടുന്ന് വിട്ടാൽ അവർ കാഫിരീങ്ങളെ കൂടെ പോയി നിൽക്കും. കപടന്മാർ, മുനാഫിക്കെന്ന് പറഞ്ഞാൽ അൽ ബഖറ സൂറത്തിൻ്റെ ആദ്യം അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവരെപ്പറ്റി ഖുർആനിൽ ഒരു സൂറത്ത് തന്നുണ്ട്, സൂറത്തുൽ മുനാഫിഖൂൻ.
ഹുമുല്ലദീന യഖൂലൂൻ ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ് ഹത്താ യൻഫദ്ദൂ വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ് വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനഹ ലയുഖ്രിജന്നൽ അഅസ്സു മിനൽ അദൽ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിക്കുകളെ ഓരോ സംഗതി ഇങ്ങനെ എണ്ണി പറയാ. ഒരു പറയാ ചിലവ് കൊടുക്കരുത്, മൂല്യന്മാർക്ക് ചിലവ് കൊടുക്കണ്ട, മുത്തനബിക്കും സഹാബത്തിനും ഓതിപ്പടിച്ചാൽ മദീനത്തുങ്ങൾ കൊടുക്കണ്ട, ഒരു പിരിഞ്ഞു പോയിക്കോട്ടെ തിന്നാൻ കിട്ടാതെ ഇവർ പറഞ്ഞതാ. അത് മുനാഫിക്കിൻ്റെ വാദാത്. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ ഖജനാവിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. 4 ആൾ ഭക്ഷണം മുടക്കിയതുകൊണ്ട് ചെലവൊടുക്കിയതുകൊണ്ട് ഭക്ഷണം കിട്ടാതെ പോകൂല. പിന്നെ അവർ പറയാം ഞങ്ങളാണ്ട് എത്തട്ടെ, അവിടെയുള്ള മാന്യന്മാരാണ് ഞങ്ങൾ ഇവരെ പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ അല്ല പറയാണ് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിൻ. ആർക്കാണ് ഇസ്സത്ത്? അള്ളാഹ്ക്കും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ്. ഈ കപടവിശ്വാസികളായ മുനാഫിക്കീങ്ങൾ ഖുബാ പള്ളിക്ക് സമാന്തരമായി റിബലായി ഒരു പള്ളി നിർമ്മിച്ചപ്പോൾ ആ പള്ളിൻ്റെ ഉദ്ഘാടനത്തിന് ഇവർ വന്നിട്ട് ക്ഷണിക്കുന്നത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത് ലാ തഖും ഫീഹി അബദൻ. ആണോ, ഇത് നമ്മൾ പഠിച്ചേണ്ട സംഗതിയാണ്. ലാ തഖും ഫീഹി അബദാ. നബിയേ, അല്ലാഹു ഖുർആനിൽ പറയാണ് എവിടേക്ക് പോണ്ടാന്ന്? അന്യമതസ്ഥരുടെ ദേവാലയങ്ങളിലേക്ക്, അവരുടെ ചർച്ചുകളിലേക്ക് നിങ്ങൾ പോകരുത് എന്നല്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ല ഖുർആൻ. പിന്നെ പറഞ്ഞത് എന്താ? പള്ളിക്ക് പോണ്ട നബിയെ. ലാ തഖും ഫീഹി അബദൻ. മുനാഫിക്കീങ്ങൾ നിർമ്മിച്ച പള്ളിൻ്റെ മിനാരും ചേലും കോലും അവിടെ ഖുർആനും മുസല്ലിം കാർപ്പറ്റും കണ്ട് മെഹ്റാബും കണ്ട് നബിയെ നിങ്ങൾ പോകരുത്. ഓല് നിസ്കരിക്കുന്നത് ളുഹ്ർ 4 റക്അത്താണ്, അവർ സുബ്ഹി 2 റക്അത്താണ്. പോകണ്ട നബിയെ, അവർ വഞ്ചകന്മാരാണ്. നിങ്ങൾ പോയാൽ എന്താ സംഭവിക്കല്? ഖിയാമത്ത് വരെ ജനങ്ങൾ ആ പള്ളിയിൽ പോകും. കാരണം അള്ളാൻ്റെ ഹബീബ് പോയ പള്ളിയാണ്. അവരെ നോട്ടീസ് കൊടുക്കാൻ ആൾ കാത്തിരിക്കും. വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ് മുനാഫിക്കുകൾ. അപ്പം നമ്മൾ പോയാൽ ആ പോയതിൻ്റെ പേരിൽ മറ്റ് വിശ്വാസികൾ ചൂഷണം ചെയ്യപ്പെടും. അതുകൊണ്ട് ഖുർആൻ്റെ താക്കീത് എന്താണെന്നറിയില്ല, ലാ തഖും ഫീഹി അബദൻ. ഒരിക്കലും അങ്ങോട്ട് കയറാൻ തന്നെ പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയിക്കാണ്ട് അങ്ങോട്ട് പോരി, തൽക്കാലം ഒന്ന് തുറന്നു കൊടുത്തുകാണ്ട് ഇങ്ങോട്ട് പോരി എന്നല്ല, അവിടെ പോയി നിൽക്കണ്ട. അബദൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരു കാലത്തും അവരെ പള്ളി പോണ്ട. നിങ്ങൾക്ക് പറ്റിയ പള്ളിയിലെ മസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വൽ യൗം, തഖ്വയുടെ പേരിൽ ശിലാസ്ഥാപനം നിർവഹിച്ച പള്ളി, നിങ്ങളെ കൈ കൊണ്ട് കല്ലിട്ട പള്ളി, ആ പള്ളിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പള്ളി. എന്നാൽ ഞാനിത് പറഞ്ഞത് മുത്തുനബി മദീനത്ത് മസ്ജിദുൻ നബവി നിർമ്മിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പിന്നെ അങ്ങോട്ട് പോലില്ല. ഖുബാ പള്ളിക്ക് ശനിയാഴ്ച മാത്രം പോകും. മുത്തുനബി പറഞ്ഞു, ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി ഖുബാ പള്ളിയിലേക്ക് പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന് ഉംറ ചെയ്ത കൂലിയാണ്. ഈ ഹദീസ് ഖുബാ പള്ളിൻ്റെ ഫ്രണ്ടിൽ മാർബിളിൽ കൊത്തിവെച്ച് അവിടെ പ്രത്യേകമായി അവിടെ സ്ഥാപിച്ചത് നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും. ഈ ഹദീസ് മൻ തതഹറ ഫീ ബൈതിഹി, ഒരാളെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി എന്നിട്ട് അവൻ ഖുബാ പള്ളിയിൽ വന്നു, അവിടെ നിന്ന് വസല്ലാ റക്അത്തൈൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ കാന ലഹു കഅജ്രി ഉംറ ഔ കമാ ഖാൽ, ഒരു ഉംറയുടെ കൂലി പോലത്തെ കൂലി അവന് കിട്ടും. എത്രയായി ആളുകൾ അവിടെ വന്ന് നിസ്കരിക്കുന്നു. ഇപ്പോൾ സമയം വൈകിയിട്ടില്ല, പള്ളി പൂട്ടാനുള്ള നേരമായിട്ടില്ല, അവിടെ ഇപ്പോഴും നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ എല്ലാ ശനിയാഴ്ചയും നബി തങ്ങൾ പോയി, ആ പോയ വഴിയിലൂടെ ശനിയാഴ്ച മുടങ്ങിയിട്ടില്ല. ഒതുണ്ടാക്കാൻ നടന്നു പോവുക. നമുക്ക് വേറെ പല ഷൗലുണ്ടാവും. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശനിയാഴ്ച വന്നാൽ മദീനയിൽ ഉള്ള സമയത്ത് മുഴുവനും ഖുബാ പള്ളിയിലേക്ക് നടന്നു പോകും. മഹാനവറുകൾ വഫാത്തായി എന്ത് വിശ്രമം കൊള്ളുന്നത് മക്കയിലാണ്.
അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ, ആമീൻ. ഞാൻ പറഞ്ഞത് എന്താണ് ഈ മഹബത്ത്? അതാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വലിയ മദ്ഹാണല്ലോ, മദീനയിലെത്തിയല്ലോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള പ്രിയം, വമദ്ഹുഹു അവിടുത്തെ മദ്ഹ് കേൾക്കൽ, അത് പറയൽ, അതിന് സാക്ഷികളാകൽ, അതിനു വേണ്ടി സമ്പത്ത് കൊടുക്കൽ, അതിൻ്റെ മജ്ലിസ് സംഘടിപ്പിക്കൽ, ഇതെല്ലാം ഖൈറുൽ അമൽ, ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ അമലാണ്, പ്രധാനപ്പെട്ട അമലാണ്. ഇതാര് പാടിയതാ? മമ്പർത്തപ്പാപ്പാൻ്റെ ഏറ്റവും വലിയ മുരീദാണ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഉമർ ഖാദി പള്ളിക്ക് പിരിച്ചിരുന്നു നമ്മളെ നാട്ടിൽ, നിങ്ങൾ കേട്ടതന്നെ വയല്. പക്ഷെ പള്ളിപ്പണി എടുക്കണില്ല കേരളത്തിൽ. എല്ലാവരേക്കൊന്നും കാശ് വാങ്ങും ഉമർ ഖാദി തങ്ങൾ. പള്ളിൻ്റെ പണിയെടുക്കുന്നുണ്ട്. കേസായി. അങ്ങനെ ആൾക്കാരെല്ലാം മമ്പർത്തപ്പാപ്പാൻ്റെ അടുത്ത് വെക്കാണ്ട് കേസ് പറഞ്ഞു എന്നാ. ഉസ്താദല്ലേ, ഷെയ്ഖല്ലേ, നിങ്ങളെ ശിഷ്യനായ ഉമർ പള്ളിപ്പണി ഉണ്ട് പറഞ്ഞാണ്ട് പിരിച്ചിട്ടുണ്ട്, പള്ളിപ്പണി കാണില്ല. അപ്പോൾ കേസ് പറഞ്ഞ ആളോട് പറഞ്ഞ് ഹജ്ജിന് വയ്ക്കുമോ എന്ന് പറഞ്ഞു എന്നാ. പടച്ചോനെ, ഹജ്ജിന് എന്ന് നോക്കിയപ്പോണ്ട് അവിടെ ഉണ്ട് ഒരു പള്ളി, മസ്ജിദ് മലബാരി. ഉമർ ഖാദി ഇവിടുന്ന് പിരിച്ചിട്ടുണ്ടാക്കണ പള്ളി മക്കയിലാണ്. നിങ്ങൾ ആലോചിക്കണം. കറാമത്ത് കൊണ്ട് നടന്നു പോയവരാണ്, കറാമത്ത് കൊണ്ട് യാത്ര ചെയ്തവരാണ്. ബ്രിട്ടീഷുകാർ ജയിലിൽ പൂട്ടി വെച്ചില്ലേ? ആ ജയിലിൻ്റെ മുമ്പിൽ പട്ടാളക്കാരൻ, പോലീസുകാരൻ കാവൽ നിന്നില്ലേ? നേരം വെളുത്തു നോക്കിയപ്പോൾ പോട്ട് പൊളിഞ്ഞിട്ടില്ല, ആമത്താഗ് പൊളിഞ്ഞിട്ടില്ല. പക്ഷേ ആ പൂട്ടിൻ്റെ ഉള്ളിൽ ഉമർ ഖാദിയെ കാണുന്നില്ല. ബ്രിട്ടീഷ് പട്ടാളം നെട്ടിത്തെരിച്ചില്ലേ? അവർ ഓടി വന്നു നോക്കിയപ്പോൾ ഉമർ ഖാദി നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിലുണ്ട്. വെളിയങ്കോട്ട പള്ളിയിൽ സുന്നത്ത് നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കണം ഉമർ ഖാദിക്ക്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ ഉമർ ഖാദിയെ പിന്നെയും പിടിച്ച് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഉമർ ഖാദിൻ്റെ സുഹൃത്തായിരുന്ന തൻ്റെ മുന്നിൽ, ആ മഖാമിൻ്റെ തൊട്ട് മുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്നേഹിതനോട് പറഞ്ഞത്, അല്ല അജ്ജിബടെ കിടക്കല്ലേ, ഞാൻ പോണ് കണ്ടിയില്ലേ, എന്നെ പിടിച്ചുകൊണ്ടുപോകുകയാണ്. അതിലാണ്ട് നീച്ചതാണ്. അതാണ് ഖബർ പൊട്ടിക്കിടക്കുന്നത്. നേരാക്കിയാൽ നേരാകൂല. ഉമർ ഖാദി കിടക്കുന്നതിൻ്റെ മേലെ ഓലയാണ്. കമ്മിറ്റിക്കാർക്ക് വാർപ്പിടാൻ പറ്റാഞ്ഞിട്ടല്ല, നല്ല സുന്ദരമായ പള്ളി കെട്ടിടമുണ്ട്. പക്ഷെ ഉമർ ഖാദിൻ്റെ ഖബറിൻ്റെ നേരെ മുകൾ ഭാഗത്ത് ഓലമേഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് കറാമത്തിൻ്റെ സ്വാഹിബാണ്. മുത്തുനബിയുടെ വലിയ മെഹബൂബാണ്, മഅ്ശൂഖാണ്. ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചവരാണ്, ആശിഖാണ്. അവിടുത്തെ മാദിഹാണ്, ഖാദിമാണ്. ആ മഹാനവറുകൾ ഹബീബിൻ്റെ ചാരത്ത് ചെന്ന് റൗദയുടെ മുന്നിൽ നിന്ന് ചൊല്ലിയ വരികളാണ് സല്ലല്ലാഹു ബൈത്ത്. അതിൽപ്പെട്ട ഒരു വരിയാണ് ഇത്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. മോനെ, നിൻ്റെ അമലുകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അമല് നബി തങ്ങളെ ഹുബ്ബും മദ്ഹുമാണ്. എന്താണ് നിനക്കതുകൊണ്ട് കിട്ടാൻ പോകുന്നത്? വഅസല്ലിലഹു ബിഹി യുബല്ലിഗുഹു. അതുകൊണ്ട് അല്ല നിനക്ക് എത്തിച്ചു തരും അൽ അമൽ, നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും പൂതികളെയും. എന്താ നമ്മളെ വലിയ ആഗ്രഹം? കുടുംബവും നമ്മളൊക്കെ മുത്തുനബിൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുക എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെനിക്ക് കിട്ടടോ ഈ മഹബത്തിൽ സാക്ഷിയായാൽ, ഈ മഹബത്തിന് നീ പങ്കാളിയായാൽ. ചില ആൾക്കാരുണ്ട്, എൻ്റെ പരിചയക്കാരുണ്ട് ഒരാൾ, ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ മോശമുള്ള സംഗതിയൊക്കെ വന്നേക്കുന്നുണ്ട്. ഇമ്മാനും ബാപ്പാനും ഭയങ്കര നോക്കും, അതുപോലെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കും, ജീവിക്കും. പക്ഷേ ഇടയ്ക്കൊരു കുറ്റം ചെയ്യുകയാണ്. ഒന്ന് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി ആളിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഈ റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വന്നാൽ ഒരു പ്രത്യേക കോട്ടൊക്കെ ഇട്ടിട്ടൊന്നും വരില്ല.
ഹാലാകലായ വളണ്ടിയറായിട്ട് ഇങ്ങോട്ട് സേവനം ചെയ്ത് ആണ്ട് വണ്ടി റോഡൊക്കെ ബ്ലോക്ക് തീർത്ത് കൊടുക്കാൻ എൻ്റെ ഉറ്റ സ്നേഹിതനാണ്, തിരൂരങ്ങാടിക്കാരനാണ്. അല്ലാ മരിക്കണൊക്കെ ഇപ്പോൾ അയാളും കണ്ട് ഉഷാറായി. ഇപ്പോൾ സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഇമാമിൻ്റെ പിന്നിൽ മൂപ്പരണ്ടായി. അള്ളാഹു ഈ മഹബത്തിൻ്റെയും ഇതുപോലുള്ള മൗലിദിൻ്റെയും മജ്ലിസുകളൊക്കെ മഹബത്ത് വെച്ചതിൻ്റെ അടയാളം വഫാത്താകുന്ന സമയത്ത് ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു കാണിച്ചു കൊടുക്കും. അള്ളാഹു ആ മഹബത്തിലായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. എത്ര എത്ര സംഭവങ്ങൾ പറയാണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് എല്ലാവരെ ഈമാനും സിദ്ദീഖ് തങ്ങളെ ഒരാളെ ഈമാനും ഒരു തുലാസിൻ്റെ 2 തട്ടിൽ, ഒരു തട്ടിൽ സിദ്ദീഖ് തങ്ങളെ ഈമാൻ, മറ്റേ തട്ടിൽ ജനങ്ങളെ മുഴുവനും ഈമാൻ. എന്നാൽ സിദ്ദീഖ് തങ്ങളെ ഈമാനാണ് കനം കൊണ്ട് താഴത്തേക്ക് കീപ്പെട്ടു പോകുക. എന്താണ് സിദ്ദീഖ് തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഈ ഈമാൻ വർദ്ധിക്കാൻ കാരണം? പഠിച്ചണം. നമ്മൾ ഉമർ ഖത്താബ് തങ്ങളുണ്ട്, സിദ്ദീഖ് തങ്ങളെക്കാൾ നിസ്കരിച്ച സ്വഹാബത്തുണ്ട്, സിദ്ദീഖ് തങ്ങളെക്കാൾ ആയുസ് നീണ്ടു കിട്ടിയ സ്വഹാബത്തുണ്ട്. സിദ്ദീഖ് തങ്ങൾ 63 കൊല്ലാണ് ജീവിച്ചത്. മുത്തുനബി 63-ലാണ് വഫാത്ത്. സിദ്ദീഖ് തങ്ങളും 63-ലാണ്, ഉമർ തങ്ങളും 63-ലാണ്. എന്നാൽ 100 കൊല്ലം ജീവിച്ച സ്വഹാബത്തുണ്ട്, 120 കൊല്ലം ജീവിച്ച സ്വഹാബത്തുണ്ട്, 90-80 കൊല്ലം ജീവിച്ച സ്വഹാബത്തുണ്ട്. അവർ നിസ്കരിച്ചതുപോലെ സിദ്ദീഖ് തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അവർ നോമ്പെടുത്തതുപോലെ സിദ്ദീഖ് തങ്ങൾ നോമ്പെടുത്തിട്ടില്ല. അവർ ഖുർആൻ ഓതിയതുപോലെ സിദ്ദീഖ് തങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ല. പക്ഷേ സിദ്ദീഖ് തങ്ങളെ ഈമാനാണ് ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത്. എന്താ കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിൻ്റെ ഹബീബിനോട് അത്ര മഹബത്തായിരുന്നു. നിങ്ങൾ നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, പക്ഷെ നിസ്കരിച്ച സഹാബത്ത് വേറല്ലേ. ഉമർ ഫാറൂഖ് തങ്ങൾ ഒരിക്കൽ അള്ളാഹിൻ്റെ ഹബീബിനെ സിദ്ദീഖ് തങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു എന്നാണ്, സിദ്ദീഖ് തങ്ങളെ ഒരു കാര്യം പറയാനുണ്ട്. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾ ഒരമലിൻ്റെ കൂലി എനിക്ക് തരാച്ചെങ്കിൽ എൻ്റെ എല്ലാ അമലിൻ്റെ കൂലി നിങ്ങൾക്ക് തരാറ്. അങ്ങനെ ചില ആൾക്കാരൊരു കച്ചവടം, ലാഭക്കച്ചവടം. അത് നിങ്ങൾ ഒരമലിൻ്റെ പ്രതിഫലം എനിക്ക് തന്നാൽ എൻ്റെ എല്ലാ അമലിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തരാം. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സഹാബത്തിൽപ്പെട്ട പ്രധാനികളാണ് രണ്ടാളും. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, ഏതാണത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്, അത് നിസ്കാരമല്ല, നോമ്പല്ല, ഹജ്ജല്ല, ഉംറയല്ല, ദാനധർമ്മമല്ല, ബദറും ഉഹദിലും പങ്കെടുത്തതല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ അവിടെണ്ട് ഒരു പർവ്വതം സബീർ. ആ പർവ്വതത്തിലേക്ക് റസൂലുള്ള കയറിപ്പോകുമെന്ന് കണ്ടപ്പോൾ ആ മല സംസാരിച്ചു എന്നാ റസൂലുള്ളാഹി തങ്ങളോട്, നബി അങ്ങോട്ട് കയറരുതിട്ടോ. എന്തേ മല സംസാരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ നിങ്ങളെങ്ങാനും ഇവിടെ വന്നിട്ട് മുശ്രിക്കീങ്ങളെങ്ങാനും ഇവിടെ ഇട്ട് പിടിച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വല്ലതും സംഭവിച്ചാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല നബിയേ. കിതാബിലുള്ളതാണത്, സ്വയ്യ സംഭവമാണത്. അല്ലാമ അബുൽ ഫദിൽ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സാത്വികരായ പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. കുറച്ചിങ്ങനാണ്ട് കഴിഞ്ഞപ്പോൾ ഹിറാ പർവ്വതം റസൂലുള്ളാഹിനെ വിളിക്കുന്നു, തആൽ യാ റസൂലല്ലാഹ്, ഇങ്ങോട്ട് പോന്നോളൂ നബിയെ, ആരും കാണൂല തങ്ങളെ. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നടന്ന് പിന്നെയും പോയി. അങ്ങനെയാണ് സൗർ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോകുന്നത്. എന്തെല്ലാം അത്ഭുതങ്ങൾ! മദീനയിലെ ഒരു മലയില്ലേ, ആ പർവ്വതത്തിൻ്റെ പേരെന്താ? ഉഹദ് മല എന്നാ. ഹാദൽ ജബൽ യുഹിബ്ബുനാ വനുഹിബ്ബു. ബുഖാരിയിലെ ഹദീസായത്, ബുഖാരിയിലെ ഹദീസായത്. ഈ പർവ്വതം യുഹിബ്ബുനാ, നമ്മളെ മഹബത്ത് വെക്കുന്നു,
മുത്തുനബി എന്താ പറഞ്ഞത്? വനുഹിബ്ബു, നമ്മളും മഹബത്ത് വെക്കുന്നു. എന്താ ഇപ്പം ഈ പർവ്വതത്തിന് കേശകണ പർവ്വതം? മൗലൂദോദിക്കണു ഈ പർവ്വതം, മൗലൂദോദിക്കണ് പർവ്വതം, ഉഹുദ് പർവ്വതം. ബുഖാരിയിലുള്ള ഹദീസ. നിങ്ങൾ ചോദിക്കണ ആൾക്കാരോട് അങ്ങനെ ഉണ്ടോ ഈ ഉഹുദ് പർവ്വതമൊക്കെ സ്വർഗത്തിൽ വരുമോ? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, സ്വർഗത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ 8 വാതിലാണ് സ്വർഗത്തിനുള്ളത്, 7 വാതിലാണ് നരകത്തിനുള്ളത്. മനുഷ്യൻ്റെ അവയവങ്ങൾ 7 എണ്ണമാണ്. 7 അവയവങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റ് കാരണമാണ് മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു നമ്മളെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. സ്വർഗത്തിൻ്റെ ഒരു ഗേറ്റിൻ്റെ മുന്നിൽ ഉഹുദ് പർവ്വതം വന്ന് നിൽക്കും. മുത്തുനബി പറയാണ്, ബുഖാരിയിലെ ഹദീസാണ്, ഈ മല നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. 6000 മീറ്ററാണ്, 6 കിലോമീറ്റർ നീളമാണ് ഉഹുദ് പർവ്വതത്തിനുള്ളത്. അള്ളാഹിൻ്റെ ഹബീബ് ഒരിക്കൽ ആ പർവ്വതത്തിലേക്ക് മെല്ലെങ്ങനെ കയറി ചെന്നു. കൂടെ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും 4 ആളാണ്. ആ സമയത്ത് മല ഒന്ന് പറിച്ചുപോയി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉസ്ബുത്ത്, അടങ്ങി നിൽക്ക്, ഇളകാതിരിക്ക്. ഉസ്കുത്ത്, സമാധാനത്തോടെ നിൽക്ക്. ആരാണ് നിന്റെ മേലെ കയറി വന്നിട്ടുള്ളത്? ഒന്ന് നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, 2 ശുഹദാക്കളാണ്. പ്രബലമായ ഹദീസല്ലേ ഇതൊക്കെ. ആരാണ് ശുഹദാക്കൾ? ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി, ഒന്ന് ഉസ്മാൻ തങ്ങളെപ്പറ്റി. മദീനപ്പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ജൂതൻ്റെ കുത്തുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായി വഫാത്താകുന്നത്. ഉസ്മാൻ തങ്ങൾ വീട്ടിനകത്ത് അക്രമപരമായി വന്ന് ആളുകൾ കൊല ചെയ്തതല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഷഹീദല്ലേ. വരാൻ പോകുന്ന കാര്യം മറഞ്ഞ കാര്യമല്ലേ ഇത്. അള്ളാഹിൻ്റെ ഹബീബ് വഫാത്തായി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും വഫാത്താകുന്നത്? ഈ വാർത്തയാണ്, വിവരമാണ്. ഉഹുദ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ മുത്തുനബി തങ്ങൾ നിൽക്കുന്ന പർവ്വതം ഒന്ന് ഇളകിയപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, സുബുത്ത്, ഇളകല്ല, അടങ്ങ്. സിദ്ദീഖും നബിയും 2 ശ്രോതാക്കളും കയറുമ്പോൾ ഇളകാൻ വേണ്ടത്, നേർക്ക് നിൽക്കല്ലേ വേണ്ടത്. എന്തിനാ ഇത് ഇളകിയത്? അല്ലാഹുവിൻ്റെ ഹബീബിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. പർവ്വതങ്ങൾക്ക് റസൂലുള്ളാഹിനോട് തൃപ്തിയാണ്. നമ്മളിപ്പോൾ ഒരാളിങ്ങോട്ട് ഉസ്താദ് കയറി വരുമ്പോൾ, തങ്ങൾ കയറി വരുമ്പോൾ ഇരിക്കുന്ന പോലൊക്കെ എഴുന്നേൽക്കും. കസേര ചിലപ്പോൾ വീണുപോകും. ചില ആളുകൾ പെരേക്ക് വന്നാൽ എന്താ കാട്ടേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. വരാന്തയിൽ ഒരാൾ വന്ന് നിൽക്കുന്നു, നമ്മളേറെ സ്നേഹിക്കുന്ന ഒരാൾ അടുക്കളയിലേക്ക് ഓടും, ഗ്ലാസ് പൊട്ടും, എന്ത് ഭക്ഷണം കൊടുക്കണം എന്നറിഞ്ഞുകൂടാ. വൽ വഹ്ശു വൽ അശ്ജാറു ഖസജദത് ലഹു വഅലൈഹി ഖസല്ലംന ബഅദ തശഹുദി. കാട്ടുമൃഗങ്ങളും കരിമ്പാറകളും കൂറ്റൻ പർവ്വതങ്ങളും മുത്തുനബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തു, കലിമത്തു തൗഹീദ് ചൊല്ലി, ഹബീബിന് സലാം പറഞ്ഞു. അതേ ഉഹുദ് പർവ്വതം റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഹബീബിനെ ഒന്ന് വാരിപ്പുണരാൻ ശ്രമിച്ചു. തൻ്റെ ആ ഇഷ്ക് അതൊന്ന് ഇളകിപ്പോയി, ഖൽബിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു ഹബീബിനോടുള്ള മഹബത്ത്. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഈ പർവ്വതം യുഹിബ്ബുനാ വനുഹിബ്ബുഹു. നമ്മളങ്ങോട്ട് തൃപ്തിപ്പെടുന്നു, ഇങ്ങോട്ടും തൃപ്തിപ്പെടുന്നു. സ്വർഗത്തിൽ വരുന്നു, നായ സ്വർഗമുണ്ട് മഹബത്ത് കൊണ്ട്. ഉഹുദ് പർവ്വതമാകുന്ന കല്ലിന് സ്വർഗത്തിൽ അല്ലാഹു അവസരം കൊടുത്തെന്ന് പുന്നാര തങ്ങൾ പറഞ്ഞു. അത് നിസ്കാരത്തിൻ്റെ പേരിലല്ല, നോമ്പിൻ്റെ പേരിലല്ല, അത് മഹബത്താണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൂടണം. ഞാൻ പറഞ്ഞത്, ഹബീബായ തങ്ങൾ സൗർ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട് കൂടെ. നമുക്കറിയാമല്ലോ, പർവ്വതം ഇങ്ങനെ കയറുമ്പോൾ റസൂലുള്ള വെളുപ്പും ചുവപ്പും കലർന്ന ശരീരപ്രകൃതിയാണ്. കയറ്റങ്ങനെ കയറുമ്പോൾ ഇപ്പം നമുക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല, അത്രയും നമ്മൾ തളർന്നു പോയെങ്കിൽ
അള്ളാഹിൻ്റെ ഹബീബ് നോക്കൂ നിങ്ങൾ, 53 വയസ്സിലാണ് മദീനയുടെ മണ്ണിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ പോകുന്നത്. ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോൾ സിദ്ദീഖ് തങ്ങൾ പിന്നിലും അള്ളാഹിൻ്റെ ഹബീബ് മുന്നിലാണ്. മുസ്ലിമിൻ്റെ കാലിങ്ങനെ ചുവന്നിട്ട് ഈ കാറ്റങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ നടന്ന് ഇപ്പോൾ അവിടേക്ക് കയറാൻ റോഡ് കെട്ടിക്കൊണ്ടിരിക്കുക ഗവൺമെൻറ്. ഹിറാമലയിലേക്ക് ഇപ്പോൾ റോഡായിപ്പോൾ. ഹബീബിൻ്റെ കാലിങ്ങനെ ചുവന്ന് ചോരങ്ങനെ പൊട്ടി ഒലിക്കുന്നത് പോലെ കണ്ടപ്പോൾ സിദ്ദീഖ് തങ്ങളെ ഖൽബ് പൊട്ടിപ്പോയി. അള്ളാഹിൻ്റെ ഹബീബിനോട്, നബി ഞങ്ങൾ എടുത്തിട്ട് നമ്മുടെ തോളുകളിൽ ഇരുന്നാൽ ഞാനാണ്ട് കൊണ്ടേ വെച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കൂല. എത്ര സംഭവങ്ങളുണ്ട്. പള്ളി നിർമ്മിക്കുന്ന സമയം, മദീനത്തെ പള്ളി നിർമ്മിക്കുമ്പോൾ, യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ ഒട്ടകപ്പുറത്ത് കയറിപ്പോവുക. സ്വഹാബത്ത് 3 ആൾ ഒരു ഒട്ടകപ്പുറത്താണ്, 2 ആൾ കയറും, 1 ആൾ തൊളിച്ചുകൊണ്ട് പോകും. ബദർക്ക് പോവുക, തബൂക്ക് പോവുക. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇപ്പോൾ ഒട്ടകപ്പുറത്താണ്, വേറൊരാൾ ഒട്ടകപ്പുറത്ത്. കുറച്ച് കഴിഞ്ഞാൽ ഈ കയറും പിടിച്ച് പോണ ആൾ ഇനി മേലെ കയറും, ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങണം. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഇറങ്ങേണ്ട ഊഴെത്തിയപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബി നിങ്ങൾ ഇറങ്ങണ്ട, ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് ഇറങ്ങി ഉന്തിക്കോളാർ. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, നാളെ പരലോകത്തിലും എൻ്റെ കാര്യങ്ങൾ ഏൽക്കാണ്ടാവും. നിങ്ങൾക്കൊക്കെ കൂലി ഏറെ കിട്ടുമ്പോൾ എൻ്റെ കൂലി എനിക്ക് നഷ്ടപ്പെട്ടൂല. അതുകൊണ്ട് എൻ്റെ ഊഴമെത്തുമ്പോൾ ഞാൻ ഈ ഒട്ടകത്തിൻ്റെ കരൾ പിടിച്ച് നടക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ച സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്ന ഉജ്ജ്വലമായ സന്ദേശം ഈ ലോകത്തിന് പകർന്നു നൽകിയ അഷ്റഫുൽ വറാ ഷഫീഉൽ വറാ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ പള്ളി മസ്ജിദ് നബിയുടെ നിർമ്മാണം നടക്കുക. ഇഷ്ടിക കല്ല് സഹാബത്ത് ചുമന്നുകൊണ്ടുപോവുക. അള്ളാഹിൻ്റെ ഹബീബും ഒരു സഞ്ചിയിൽ ഒരു ചാക്കിൽ ഇഷ്ടിക കല്ല് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. സഹാബത്ത് വന്നിട്ട് കരഞ്ഞുപോയി, യാ റസൂലല്ലാഹ് ഞങ്ങൾക്കിത് കാണാൻ കഴിയൂല, ഞങ്ങളെടുത്തോളാം, നിങ്ങളെ ഇത് ഞാൻ ഒരാളെന്നെ 2 എടുത്തോളാം, എന്നാൽ പിന്നെ സമയം നഷ്ടപ്പെടൂലല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് വിട്ടുകൊടുത്തില്ല. നിങ്ങളതുമായി പോകൂ, ഞാൻ എൻ്റേതുമായി പോകാം. സഹാബത്തിന് ഊർജം കൊടുത്തു, ഈ ലോകത്തിന് വലിയ മാതൃക കാണിച്ചു തന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മഹബ്ബ, ഇതാണ് അവിടുത്തെ സന്ദേശങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഹബീബായ തങ്ങളോട് ചോദിച്ചാൽ അനുവദിക്കില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഒന്നും മിണ്ടിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരിയെടുത്തു. ഒറ്റെടുക്കലാണ്. എന്നിട്ട് തൻ്റെ തോളിൽ ചുമലിൽ കയറ്റി വെച്ചിട്ട് ഒരൊറ്റ ഓട്ടമാണ്. എന്നിട്ട് ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി താഴെ ഇറക്കി വെച്ചു. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ദ്വാരുന്നു, പടച്ചോനെ എനിക്കുള്ളതെല്ലാം എനിക്ക് നൽകുന്നതൊക്കെ എൻ്റെ സിദ്ദീഖിന് നൽകണേ അല്ലാഹ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വില പറഞ്ഞത് ഈ അമലിനാണ്. അന്ന് റബ്ബ് നിങ്ങൾക്ക് തന്ന വലിയ പ്രതിഫലമുണ്ട്. നിങ്ങളെ മദ്ഹ് ചെയ്ത് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. വസാനിയസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. നബി തങ്ങളെ കൂടെ ആ ഗുഹക്കകത്ത് രണ്ടാമതൊരാളായി നിൽക്കുന്നത് അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണെന്ന് സിദ്ദീഖ് തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. ഓ സിദ്ദീഖ് തങ്ങളെ, ആ ഒരു ഇബാദത്തിൻ്റെ സവാബ് പ്രതിഫലം നിങ്ങളെനിക്ക് തന്നാൽ എൻ്റെ ഇബാദത്ത് മുഴുവനത്തിൻ്റെ പ്രതിഫലവും നിങ്ങൾക്ക് തരാം. എന്താ മനസ്സിലായത്? മഹബത്ത് എന്ന അമലിന് അല്ലാഹ് കൊടുക്കുന്ന സവാബ് മനുഷ്യൻ മറ്റ് ചെയ്ത ഇബാദത്തുകളെക്കാളൊക്കെ മേലെയാണ്. അതാണ് ഉമർ ഖാദി പറഞ്ഞത്, ഹുബ്ബുൻ നബി ومدحه خير العمل وعسى الإله به يبلغه الأمل. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞു, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു وأنه خير خلق الله كلهم. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മദ്ഹുകളിൽ ഏറ്റവും മികച്ച ഒരു മദ്ഹ്,
ഏറ്റവും വലിയ ഒരു മദ്ഹ്, അങ്ങേ അറ്റം അള്ളാഹിൻ്റെ ഹബീബിനെ പുകഴ്ത്തി പ്രശംസിച്ച് പ്രകീർത്തിച്ച് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ ഒരു ഹൈ പവറിലുള്ള ഏറ്റവും വലിയ മദ്ഹ് അതാണ്, അന്നഹു ബശറുൻ, അവിടുന്ന് മനുഷ്യനായിരുന്നു. റസൂലുള്ളാഹിൻ്റെ വലിയ മദ്ഹ് ബൂസൂരിമാൻ പറഞ്ഞത് മുത്തനബി മനുഷ്യനായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ലോകത്തുള്ളവരൊന്നും ശരിയായ മനുഷ്യരായിട്ടില്ല എന്നാണ്. പിന്നെ നമ്മൾ ആരാ? മനുഷ്യൻ്റെ ആകൃതിയുള്ള ഒരു ജീവിയാണ് നമ്മൾ. മനുഷ്യൻ്റെ രൂപഭാവങ്ങളും കോലങ്ങളുമുള്ള മനുഷ്യൻ്റെ ആകൃതിയിലുള്ള ഒരു സൃഷ്ടിയാണ് നമ്മൾ. മനുഷ്യത്വമുള്ള മനുഷ്യൻ ലോകത്തില്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ലേ, ഒരു വല്യച്ഛനെ കൊന്നു ഒരു പെൺകുട്ടി, സ്വർണം തട്ടാൻ വേണ്ടിയിട്ട്, പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. മനുഷ്യനുണ്ടോ ലോകത്ത്? 2 വയസ്സായ കുട്ടിയെ കൊന്നു, അമ്മ കൊന്നു, തോട്ടിലിട്ട് പോയി. ആരാണ് അമ്മ? ആരാണ് ഉമ്മ? ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? ഞാൻ ഒരു പിതാവാണ്. എന്നാൽ ഒരു പിതാവിൽ നിന്ന് ലഭിക്കേണ്ടത് മക്കൾക്ക് ലഭിക്കുന്നുണ്ടോ? സാക്ഷാൽ ഒരു പിതാവായി നിങ്ങളും ഞാനും ജീവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ടോ? ഇതാലോചിക്കണ്ട്. ഇല്ല. ഒരു പെൺകുട്ടിയെ ഒരു പിതാവ് വളർത്തേണ്ടതെങ്ങനെയാണ്? ഒരു ആൺകുഞ്ഞിനെ എങ്ങനെയാണ് ഒരു ഉപ്പ വളർത്തേണ്ടത്, ഒരു ഉമ്മ വളർത്തേണ്ടത്? എങ്ങനെയാണ് സ്നേഹം കൊടുക്കേണ്ടത്? എങ്ങനെയാണ് വീട്ടുകാരോട് സഹവസിക്കേണ്ടത്? അതേ സമയത്ത് നാട്ടുകാർക്കൊക്കെ അല്ല ഉസാറയിക്കാൻ. കല്യാണം ഉണ്ടായാലും അവിടെ ആക്കി വെച്ചാനും മരിച്ചോടുത്ത് മയ്യത്തുകെട്ടിൽ ഒടിച്ചാനും ഉമ്മാനേറ്റവും തെറ്റിയിട്ട് 15 കൊല്ലയിക്കണം. ഉമ്മാനാ മയ്യത്തുകെട്ടിൽ ഒടിച്ചു, അവനെ പിടിപ്പിച്ചാനൊക്കെ ആയിരുന്നു. ബാപ്പാനിമ്മാനേറ്റും പണങ്ങി നിൽക്കണോനാ മയ്യത്തുകെട്ടിൽ ഒടിച്ചണം. കബർക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് മയ്യത്തൊക്കെ ഇറക്കി വെക്കണത്. അവൻ്റെ കൽബ് ശൂന്യാണ്, അവൻ്റെ കൽബ് കറുപ്പാണ്. സ്വർഗമില്ലാത്തവനാവും. ഉമ്മാനോട് പണങ്ങി വാപ്പനോട് പണങ്ങിയിട്ട് എന്ത് ഗുണം ചെയ്യാനാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനുമായി ബന്ധപ്പെട്ട എത്ര മേഖലയുണ്ട്. എൻ്റെ വീട്ടുകാരോട് ഞാൻ എത്ര ഹൃദയസ്പർശിയായി സ്നേഹത്തോടു കൂടി പെരുമാറണം. ഒരു നല്ല ബാപ്പയാകാൻ കഴിഞ്ഞിട്ടില്ല, നല്ല ചങ്ങായി ആകാൻ. കാണുകൾക്കൊക്കെ പൊറാട്ടി ഇറച്ചി വാങ്ങിക്കൊടുക്കാനും ടൂർ പോകാനും മൈസൂർക്ക് പോകാനും ചങ്ങായിമാരെ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉഷാറ. പെണ്ണുങ്ങളേറ്റു ലോകില്ല. പെണ്ണുങ്ങൾ വിളിച്ചാൽ അതിനുള്ളൂ തപ്പഹാല്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഒരു പിതാവ് കണ്ടോ നിങ്ങൾ? ഒരു പിതാവിൻ്റെ ലോകം. നബിതങ്ങൾ ഒരു യാത്ര പോയാൽ, മദീനയിൽ നിന്ന് പുറത്തു പോയാൽ, മടങ്ങി വന്നാൽ ആദ്യം എവിടെയാണ് ഹബീബ് തങ്ങൾ പോകുന്നത്? മദീനത്തെ പള്ളിയിൽ പോകും. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പോകുന്നത് 11 ഭാര്യമാരുണ്ടായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതിൽ ഖദീജ ബീവി മക്കയിലാണ്. ആദ്യം വഫാത്തായത് ഖദീജ ബീവിയാണ്. പിന്നെ ഒരു ഭാര്യ വഫാത്തായത് മൈമൂന ബീവിയും മക്കയിലാണ്. ബാക്കി 9 ഭാര്യമാരും മദീനയിൽ ജന്നത്തുൽ ബഖയിൽ ഒരു കെട്ടിലാണ്, ഒപ്പമാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. 11 ഭാര്യമാരിൽ 9 മദീനയിൽ ഒപ്പം. ജന്നത്തുൽ ബഖയിലേക്ക് കടന്നാൽ ഇപ്പോൾ അവിടെ ശരിക്കും കാണാനൊന്നും പറ്റൂല, അനുവദിക്കൂല. എന്നാലും നമുക്കതിൻ്റെ അടയാളങ്ങളൊക്കെ അറിയാം. അവിടുന്ന് സലാം പറയാം. അസ്സലാമു അലൈക്കുന്ന യാ ഉമ്മഹാത്തിൽ മോമിനീൻ, അസ്സലാമു അലൈക്കുന്ന യാ സുവാജ റസൂലില്ലാ. ഖദീജ ബി മക്കയിൽ, മൈമൂന ബി മക്കയിൽ തന്നെ. തന്നീമിൻ്റെ കുറച്ച് അപ്പുറത്ത് റോഡ് സൈഡിലാണ്. അവിടെ കെട്ടി ആ കെട്ടിൻ്റെ മുന്നിൽ മൈമൂന ബീവിയുടെ പേരെഴുതി വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ പള്ളിയിൽ പോവും, 2 റക്അത്ത് നിസ്കരിക്കും. പിന്നെ ആദ്യം പോകുന്നത് ഫാത്തിമയെ കാണാനാണ്. കേട്ടോ, മോളെ കാണാനാവും. എൻ്റെ ജീവനാണ് ഫാത്തിമ എന്നാ പറയാം. ഫാത്തിമാനെ കണ്ട്, ഫാത്തിമനെ ആലിംഗനം ചെയ്ത്, ഫാത്തിമയോട് കുശലാന്വേഷണങ്ങൾ ചെയ്ത്, ഫാത്തിമയോട് സ്നേഹങ്ങൾ പങ്കിട്ട്, ഫാത്തിമയോട് പുഞ്ചിരിച്ച്, ഫാത്തിമയുടെ കൂടെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച്, പിന്നെ മുത്തുനബി തങ്ങൾ ഭാര്യമാരെ വീടുകളിലേക്ക് പോകും.
എല്ലാ ഭാര്യമാരുമായി ഒന്നിച്ച് രാത്രി ഭക്ഷണം കഴിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഈ ലോകത്തിന് മാതൃകയായ ഒരു ഉപ്പയായിരുന്നു. അപ്പോൾ ഉപ്പ എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പൂർണ്ണനാണ്. നമ്മൾ ഉപ്പയായിട്ടില്ല. മക്കളെ നോക്കുന്നതിലും മക്കളെ പരിചരിക്കുന്നതിലും ഞാൻ പറഞ്ഞല്ലോ, തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിൽ ഞാൻ ഖുതുബ ഓതുന്ന ആളാണ്. കഴിഞ്ഞ പെരുന്നാളിൻ്റെ മുമ്പത്തെ പെരുന്നാൾക്കാരൻ കഴിഞ്ഞ് മിമ്പറം വന്നിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നൊരു 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വാപ്പനോട് മുണ്ടിയിട്ട് 10 കൊല്ലയിക്കണ് പെരുന്നാളപ്പന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ വാപ്പ എവിടെയാണ്? ഇവിടെ ഉണ്ട് കാർ, ഇവിടെ ഉണ്ട് കാർ, ഇരുന്നോളി ഉസ്താദ്മാരൊക്കെ ഇരിക്കും. ബാപ്പ ഇവിടെ പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എവിടെ വാപ്പ ചോദിച്ചു, ഇങ്ങോട്ട് നോക്കി. അപ്പോൾ ആക്കൊണ്ട് വേണം വിളിച്ചാൽ മോനെ പറ്റൂലല്ലോ, കാരണം മുണ്ടലില്ലല്ലോ. അപ്പോൾ എനിക്ക് കാണിച്ചു നോക്കിയപ്പോഴോ എൻ്റെ വലിയ ചങ്ങായി അത്. ഇതാരെ പറഞ്ഞത്? ഈ തെറ്റിക്കണ് പടച്ചോനെ, എനിക്ക് ടെൻഷനായിപ്പോയി. ഞാൻ അയാളെ വിളിച്ചു, റൂമൊക്കെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇത് പെരുന്നാളല്ലേ? പെരുന്നാളാണ്. നിങ്ങളെ മോനേറ്റ് നിങ്ങൾ മുണ്ടലിൽ ചോദിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഒരു വയലിച്ചറിയില്ല, ഒരു ഐബ്. അത് ഞങ്ങൾ അങ്ങോട്ട്, ഞാൻ എന്ത് പെരുന്നാളാണ് നിങ്ങൾക്ക് ചോദിച്ചു. നിങ്ങളിപ്പോൾ എന്ത് പെരുന്നാളിക്കാണ് ചോദിച്ചു. പെരുന്നാളെന്തിനാ? സന്തോഷം പങ്കിടാനാ, കുടുംബബന്ധം ചേർക്കാനാ. നിങ്ങളെ സ്വന്തം മകനോട് മിണ്ടണില്ലെങ്കിൽ എന്ത് പെരുന്നാൾ നിസ്കാരം. നിങ്ങൾ ഇന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് പോയിട്ട് എന്ത് കാര്യമാണ്? നമ്മൾ ഒത്തു കഴിഞ്ഞാൽ പിന്നീട് കെട്ടിപ്പിടിച്ചലാണല്ലോ. ഖത്തീബിനൊക്കെ എല്ലാം കൂടി കൊണ്ട് വരലാണ്. ആയി പെട്ടകുണു ഇയാളും ആ കെട്ടിപ്പിടുത്തം കൊണ്ടൊരു കാര്യമുണ്ടോ? ഞാൻ മോനെ വിളിച്ചു, സലാം പറയിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു, അയാൾ മരണപ്പെട്ടു പോയി, അല്ലാഹു അയാൾക്ക് മൗഫറത്ത് മർഹമത്ത് കൊടുക്കട്ടെ, ആമീൻ. മക്കയിൽ പോയ ആളാണ്, ഹജ്ജ് ചെയ്ത ആളാണ്, ഉംറ ചെയ്ത ആളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ ചിത്രം. അതുകൊണ്ട് ഒരു ഒറിജിനൽ വാപ്പയാകാൻ വാപ്പയുടെ ലോകത്ത് പരാജയപ്പെട്ടവരുണ്ട്. എന്നാൽ നിങ്ങൾ നോക്ക്, ഒരു നല്ല മകനാകാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ഈ പറഞ്ഞാൽ തന്നെ ഇമ്മാനോട് രോഗിയല്ല, വാപ്പാനോട് രോഗം. ഇപ്പനാ പ്രശ്നം. ഇപ്പം വാപ്പാൻ ഉമ്മൻ്റെ അടുത്തേക്ക് പോകലില്ല, ഇപ്പം വരുന്നതും പോകലും ഉമ്മ അറിയലില്ല. സുബ്ഹാനല്ലാഹ്, അവന് ലൈലത്തുൽ ഖദ്റില്ല, അവന് ബറാഅത്ത് രാവില്ല, അവൻ്റെ ദുആക്ക് ഇജാബത്തില്ല, അവൻ്റെ നിസ്കാരങ്ങൾക്ക് പ്രതിഫലങ്ങളില്ല. നിന്റെ ആയുസ് പോലും ഉമ്മനെ ഉപ്പനെ നീ ദ്രോഹിച്ചാൽ കുറഞ്ഞു പോകുമെന്ന്. യഖൂഖുൽ വാലിദൈനി യൻഖുസുൽ അഅ്മാർ, മനുഷ്യൻ്റെ ആയുസ്സിനെ ചുരുക്കും. ഉമ്മമാരെയും ഉപ്പമാരെയും വേദനിപ്പിക്കുക എന്നത് വ്യഭിചാരം നിനക്ക് ദാരിദ്ര്യമുണ്ടാക്കിത്തരും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ബാപ്പയായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരു മകനായി ജീവിച്ചിട്ടുണ്ടോ? ഇനി ഭാര്യമാരെ, നിങ്ങൾ നല്ല ഭാര്യമാരായിട്ടുണ്ടോ? ഇതൊക്കെ മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട. ചിലപ്പോൾ ബാപ്പ നല്ല ബാപ്പയ്ക്കാരം, കുട്ടികൾക്ക് വേണ്ടതൊക്കെ കൊടുന്നു കൊടുക്കും, നമുക്ക് വേണ്ടതൊക്കെ. ഇമ്മാനിപ്പാനൊക്കെ അതും നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല മോനുമാണ്, നല്ല ബാപ്പയാണ്, പക്ഷെ നല്ല ഭർത്താവായിട്ടില്ല. ഇന്നാളും ഒരു ചങ്ങായി എന്നോട്, ഒരു പെണ്ണുങ്ങൾ എന്നാണ്, പൊന്നാര ഉസ്താദ് എന്നെ എറിഞ്ഞതാണ് എൻ്റെ പുതിയാപ്പള, സ്റ്റീലിൻ്റെ ഗ്ലാസ് കൊണ്ടാണ് എറിഞ്ഞൊക്കെയുണ്ട്. നെറ്റിമൊരു ലഡുവിൻ്റെ മാതിരി ഇങ്ങനെ വായിച്ചിരിക്കുകയാണ്. അവനാൻ്റെ പെണ്ണുങ്ങൾ നിങ്ങൾ കൈ പിടിച്ചിക്കാണ്ട് അമാനത്താണ്. ബാപ്പ 18 നോക്കി മടുത്തിട്ട് തന്നതല്ലത്. എടാ, എനിക്ക് ഓളപ്പം നിന്ന് ഊതിയിട്ടിട്ടില്ല, സവ്വജത്തുക്ക അങ്കഹത്തുക്ക ബിന്ദി, ഒരു സ്വർണ്ണക്കെജ്ജ് ആണ്ട് കൊടുത്തിട്ട് ഒരു അമാനത്താണ്. ഇത് കേടെടുത്താൻ പാടില്ല, അതിന് വേദന ഉണ്ടാക്കാൻ പാടില്ല. അവിടെയാണ് വിഷം കൊടുത്ത് കൊല്ലണത്, കത്തിയോട് വെട്ടിക്കൊല്ലണത് ഭർത്താവ്. ബാപ്പ ഉഷാറാണ്, മോനും ഉഷാറാണ്. അപ്പം മോനുമാണ്, വാപ്പിയാണ്, പക്ഷെ ഭർത്താവുമാണ്. ഭർത്താവിൻ്റെ ലോകത്ത് പരാജയപ്പെട്ടു പോയി. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉമ്മനിപ്പനെ പറ്റി പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മൻ്റെ സമീപത്ത് ചെന്നു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് മുത്തുനബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇൻ്റെ സമയം
യാത്ര ചെയ്യുമ്പോൾ ഉമ്മൻ്റെ ഖബറൊന്ന് കാണിച്ചു തരൂ. 6 വയസ്സ് പ്രായമായപ്പോൾ നബിതങ്ങളെ കയ്യും പിടിച്ച് ആമിന ബീവി മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുമ്പോൾ മരണപ്പെട്ടതായിരുന്നു. ആ ഉമ്മൻ്റെ ഖബറിങ്ങ് ചെന്നിട്ട് ഹബീബ് കരഞ്ഞുപോയി. ആരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച ആമിന ബീവി റളിയല്ലാഹു അൻഹ, ആമിന ബീവി പ്രസവിക്കണ നേരത്ത് സ്വർഗത്തിലെ ഹൂർലീങ്ങൾ വന്നക്കുക. വലത്തെ ഭാഗത്ത് മീകായിൽ അലൈഹിസ്സലാം വന്ന് നിൽക്കുക, മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നിൽക്കുക. എന്നിട്ട് അവരെല്ലാം ആമിന ബീവിക്ക് സന്തോഷം അറിയിക്കുക. എന്നിട്ട് ഈ ആമിന ബീവി നരകത്ത് കേൾക്കോട്ടെ എന്നപ്പോൾ കുറച്ച് ആൾക്കാർ പറയണത്. എന്താ فلما آن أوان مولده الكريم وحان مقدمه الشريف العظيم صاح الشاؤش الإشارة بالبشارة لأهل الأرض أجمعين وما أرسلناك إلا رحمة للعالمين فعند ذلك حفت بأمه آمنة الملائكة الأبرار. ആമിന ബീവിയെ മലക്കുകൾ ഒന്നടങ്കം വന്ന് പൊതിഞ്ഞുപോയി. തഹജുബുഹാ ബി അജ്നിഹത്തിഹാ അൻ അയുനിൽ അഗ്യാർ. കണ്ണേറുള്ളവരെ കണ്ണൊന്നും തട്ടണ്ട, മലക്കുകൾ അവിടെ ഒരു മതിൽ പോലെ ആമിന ബീവിയുടെ നിന്നിട്ട് സുരക്ഷ ഉറപ്പ് വരുത്തി. ഫവഖഫ യമീനിഹാ മീകായിൽ അലൈഹിസ്സലാം, വലത്തെ ഭാഗത്ത് മീകായിൽ, വബൈന യദൈഹാ ജിബ്രായീൽ, മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം. വലഹും സജലും ബിത്തസ്ബീഹി വത്തഖ്ദീസ് വത്തഹ്ലീൽ ലിൽമലിക്കിൽ ജലീൽ വഅഖ്ബലത്തിൽ حور العين إلى أمه آمنة تبشرها بأنها من جميع المخاوف آمنة وتنوب عن القوابل البشرية بالسعادة الأبدية والغرة القمرية والطلعة المحمدية. أخذها المخاض واشتد بها آلام فولدت النبي صلى الله عليه وسلم كأنه البدر في تمام. صلى الله على سيدنا محمد صلى الله عليه وسلم. الحمد لله. നീ ഇരുന്നോളി, അസറക്കായപ്പോത്തിന് അപ്പം എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദ്. അല്ലാഹു സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതൃത്വമാണ്, നമ്മുടെ സ്ഥാപനങ്ങളുടെ ജീവനാഡിയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാൻ്റെ അളിയൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഹസൻ ശാത്തിരി തോട്ടക്കോട് തങ്ങൾ പാപ്പ. നാവിനൊക്കെ വലിയ അസറുള്ള ഫലമുള്ള സയ്യിദന്മാരാണ്. അവരെ വാപ്പാരൊക്കെ നമുക്കറിയാം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ലോകത്തും മനുഷ്യനുമായി ബന്ധപ്പെട്ട സർവ്വ മേഖലകളിലും സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. ഈ ഉജ്ജ്വലമായ സന്ദേശം, ഉദാത്തമായ ആശയങ്ങൾ നാം നെഞ്ചിലേറ്റി സ്വീകരിച്ച് സ്നേഹിച്ച് അവിടത്തോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമയം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം. തങ്ങൾ പാപ്പ വരുന്നത് വരെ പ്രസംഗിക്കുക എന്ന നിലക്ക് പ്രസംഗിച്ചു പോയതാണ്. മറ്റു ഉസ്താദുമാരൊക്കെ ഇവിടെ പ്രസംഗിക്കാനുണ്ടാവും, അവർക്ക് അവസരോചിതമായി ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.